ഹലോ ഗൈസ്, അപ്പം നമുക്ക് ക്രീമി ടെക്സ്ചറുള്ളൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. അതുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഈസ്റ്റ് വേണ്ടി ഒരു കവർ സേമിയ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് ഒടിച്ചെടുത്തിട്ടുള്ളൂ. ഏറെ വേണ്ടവർക്ക് ഏറെ എടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് എടുക്കും. ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി ഒടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. അപ്പം എൻ്റെ നെയ്യ് തീരാറായി. അപ്പം ഞാനത് ഇങ്ങനെ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുക. അപ്പം അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒടിച്ച് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ വളരെ ചെറുതായിട്ട് ഒടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സേമിയ കാണുമ്പോൾ ഒരു ഭംഗിയും ഒരു കോരി കുടിക്കാനൊക്കെയുള്ളൊരു ടേസ്റ്റ് ചെറുതായിട്ട് ഒടിക്കുന്നതിനാണ്. അപ്പം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതൊരു ഇളക്കി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എപ്പോഴും സേമിയ അങ്ങനെയുള്ള ഇതൊക്കെ വെക്കാനായിട്ട് നമ്മൾ ചൂട് നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് അടിക്ക് പിടിക്കാത്ത പാത്രമാണ്. അപ്പം അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം സേമിയ നമ്മൾ മറ്റേ പാക്കറ്റിലെ സേമിയ എല്ലാം മിക്സ് മേടിക്കുമ്പോൾ നമുക്ക് സേമിയ ഒരു 4-5 പേരുണ്ടെങ്കിൽ സേമിയ നമുക്ക് തികഞ്ഞെന്ന് വരത്തില്ല. അന്നേരം ഇങ്ങനെ കുറച്ച് ഒരു പാക്കറ്റ് മേടിച്ച് വെക്കാമെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാണ്. അവരെപ്പോഴും ചോദിക്കും, ഇച്ചിരി പായസം ഉണ്ടാക്കി തരുമോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പായസം കുടിക്കാനൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചേക്കാമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെറിയ സിമ്പിളായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം നല്ല ചൗവരി എടുത്തിട്ടുണ്ട്. ചൗവരി ചില നെയ്യൊഴിച്ചാണ് ഞാൻ വറക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൗവരി വറുത്തെടുക്കണം. ഒത്തിരി മൊരിയരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവുകയോ ചെയ്യാവുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വഴറ്റി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനാദ്യമായിട്ട് വേണ്ടത് ഒരു സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസത്തിനൊരു ചെറിയ പിങ്ക് കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ക്യാരമൽ ചെയ്യാന്ന് പറയും. പഞ്ചാര ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ആകണ്ട, ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ വേണം നമ്മൾ പിന്നെ ഏറെ പാലൊഴിച്ച് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ അത് ചെറുതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പശു ഉള്ളതുകൊണ്ട് നല്ല ശുദ്ധമായിട്ട് വെള്ളം ചേർക്കാത്ത പാലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശകലം ഒഴിച്ച് ഒന്ന് പഞ്ചസാര പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി വരണം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളകി വന്നതിന് ശേഷം നമുക്ക് അടുത്ത പാലൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. കൂടുതൽ നമ്മൾ വെള്ളം ചേർക്കാത്ത പാല് എടുക്കുന്നതാണ് സേമിയക്ക് ടേസ്റ്റ് കൂടാൻ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. അപ്പം അധികം വെള്ളം ചേർക്കാതെ പാലെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും അത് പാട തട്ടാനുള്ള ഒരു ഇതുണ്ടാകരുത്. പാട തട്ടി കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് പോവും. അപ്പം അത് നമ്മൾ പാട തട്ടാതെ ശ്രദ്ധിക്കണം. പാല് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ചൗരി ഇട്ട് കൊടുക്കാം. ചൗരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം.
അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും എന്തുകൊണ്ട് എടുത്ത് അതിൻ്റെ ഗ്രാമും കാര്യങ്ങളും ഒന്നും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ കണ്ടാണ് പഠിക്കുന്നത്. ഒരിക്കലും ഇത്ര ഗ്രാം അത്ര ഗ്രാം ഒന്നൊന്നും പറയത്തൊന്നുമില്ല. നമ്മളതൊക്കെ കണ്ട് നമുക്കൊരു അവസരം വരുന്ന സമയത്ത് നമ്മൾ അത് നന്നായിട്ട് ചെയ്യാൻ, നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ കണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഇത്. അല്ലാതെ നമ്മൾ ഗ്രാമം കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പഠിക്കുന്നതിലും നല്ലത് നമുക്കൊരു തിട്ടം വേണം. ഒരു ഉപ്പ് എടുക്കുമ്പോഴാണെങ്കിലും അത് കായ്ക്ക് ഇത്രയും വേണം എന്നുള്ളൊരിത് നമുക്ക് വേണം. ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് കാണുക, മനസ്സിലായില്ലെങ്കിൽ ഒരു 2 വട്ടം കാണുക, കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഇത്ര പച്ചമുളക് ഇത്ര കടുക് എന്നും പറഞ്ഞ് ഒരിക്കലും ആർക്കും പാചകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ പാചകം ചെയ്യാൻ അറിയാത്തവരൊക്കെ ആദ്യമൊക്കെ ഇച്ചിരി ഒന്ന് തെറ്റിയാലും പിന്നെ നമ്മൾ ചെയ്ത് നല്ല നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെയും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറവും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ശകലം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ആ പാലിനകത്ത് ശകലം വെള്ളം ചേർത്തിട്ടാണ് ഒഴിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് വെള്ളം ചേർത്തില്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് ശകലം വെള്ളം അതിനകത്ത് ചേർത്തിട്ടാണ് പാലൊഴിച്ചത്. അപ്പം നമുക്ക് അത് അതിൻ്റെ പാട തട്ടാതെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം പായസം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അടിക്ക് പിടിക്കാതെ. അപ്പം തിളച്ച് തൂങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കാം, അല്ലെങ്കിൽ തിളച്ച് തൂകും. അപ്പം അതിൻ്റെ ശൗര്യം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് സേമിയ എടുത്തിട്ടിട്ടുണ്ട്. സേമിയ ഒന്ന് വേകുന്നിടം വരെ, ചൗരി വേകാൻ ഇച്ചിരി താമസമാണ്. സേമിയ ആദ്യം തന്നെ പെട്ടെന്ന് വേകും. അപ്പം അതുകൊണ്ടാണ് കുറച്ച് താമസിച്ച് ചൗരി ഇട്ടത്. അപ്പം ഇത് രണ്ടും കിടന്നൊന്ന് വേകുന്നേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് ഇളക്കിക്കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ശകലം പഞ്ചസാരയും നമുക്ക് 2-3 ഏലക്കായും വേണം. ഞാൻ കുറച്ച് പൈസയുള്ളൂ, അപ്പം നമുക്ക് കുറച്ച് 2-3 ഏലക്ക മതി. അപ്പം അതിലേക്ക് അപ്പം പഞ്ചസാരയും ഒരു ചെറിയൊരു ജാറിനകത്ത് എടുത്ത് പഞ്ചസാരയും ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞ് കുരുവും കൂടി ഇട്ട് നമുക്ക് ചെറുതായിട്ട് നടിച്ചെടുക്കാം. അല്ലെങ്കിൽ ചതച്ചിടാൻ പറ്റുമെങ്കിൽ ഏലക്ക ചതച്ചിടാം, അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിടാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ക്രീമി പോലെ നമ്മുടെ പായസത്തിനൊരു ടെക്സ്ചർ വരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ പഞ്ചാര മെൽറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചേർത്തിരുന്നു. അപ്പം അതുകൂടാതെ നമ്മൾ മിക്സിയിൽ പഞ്ചാര അടിച്ച് ചേർക്കണം. അന്നേരമാണ് പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ്. അതിന് ആ ഒരു ചെറിയൊരു പിങ്ക്, ആ ഒരു നല്ല ഷെയ്ഡിലോട്ട് അത് വരത്തുള്ളൂ. അപ്പം നല്ല പായസമൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അതുപോലെ ഏലക്ക പൊടിച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും കിട്ടും. അതിൻ്റെ തൊലി എടുക്കാതെ ശ്രദ്ധിക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അധികം വെള്ളം ചേർക്കാത്ത പാലാണെന്ന് നമുക്ക് ആ സേമിയ തിളയ്ക്കുന്ന ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ഞാൻ സേമിയ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പായസം ഉണ്ടാക്കിയാൽ ഒരു ഗ്ലാസ് പാലെടുത്ത് മാറ്റി വെച്ചേക്കും. അവസാനം നമ്മൾ ഇറക്കാൻ നേരത്ത് നമ്മൾ ഒരു ഗ്ലാസ് പാല് എടുത്ത് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പായസം എങ്ങനെയുണ്ട്? പായസം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടാൽ മതി. അപ്പം മുന്തിരിങ്ങ അധികം റോസ്റ്റ് ആവരുത്. റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പായസത്തിനൊരു പുളിപ്പ് വരും. ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുക്കുകയോ ചെയ്യുള്ളൂ. എന്നിട്ട് പായസത്തിനകത്ത് ഇടാം. അപ്പം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പായസത്തിന് ഒരു 1 ലിറ്റർ പാലാണ് എടുത്തത്. അപ്പം നമ്മൾ എപ്പോഴും സേമിയ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. പാല് ഇച്ചിരി ഏറെ എടുക്കണം, എന്നാലാണ് പായസത്തിന്, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുഴമ്പ് രൂപത്തിലായിപ്പോവും. അപ്പം അധികം സേമിയ കുറച്ചെടുക്കുക, ചൗരിയും കുറച്ചെടുക്കുക.
പാലേറെ എടുക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സേമിയ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.